ോട് സംവദിച്ചും അഭ്യർത്ഥിച്ചും ആ സുഖാർ എന്ന പട്ടണത്തിൽ യാക്കോബ് മക്കൾക്ക് നൽകിയതായ കിണറിൻ്റെ അരികൾ നിൽക്കുമ്പോൾ ഭക്ഷണം ഉൾക്കൊണ്ട ശിഷ്യന്മാർ തിരിച്ച് ഗുരുവിൻ്റെ അടുക്കൽ വന്ന്, ഗുരു, ഇതാ ഭക്ഷിപ്പാനും കുടിപ്പാനും തയ്യാറായിരിക്കുന്നു, അവിടുന്ന് ഭക്ഷിച്ചാലും എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്നതായ ഒരു ഉപദേശം ക്രിസ്തീയ സഭയുടെ എക്കാലത്തെയും ദൗത്യ നിർവഹണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതായ ഭക്ഷണം എനിക്ക് ഭക്ഷിപ്പാൻ ഉണ്ട്. വീണ്ടും കർത്താവ് പറയുന്നു, നിങ്ങൾ വിതച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഒരുക്കിയിട്ടില്ലാത്ത നിലങ്ങളിലെ കൊയ്യുവാൻ തയ്യാറാകുന്ന ആ ദൗത്യം തനിക്കുണ്ടെന്നും കേവലം ഭക്ഷണ പാനീയങ്ങൾ ഭക്ഷിച്ചും കുടിച്ചും സംതൃപ്തി അടയുന്നതല്ല തൻ്റെ ദൗത്യമെന്നും ബോധ്യപ്പെട്ട കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ നടക്കുന്നതായ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വിശുദ്ധ എവങ്കേലിയനായി വായിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17 ശിഷ്യന്മാർ മുഖാന്തരം ഇനിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൗത്യം പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നുവെന്നും അങ്ങനെ വിശുദ്ധമായ ആ ദൗത്യത്തിൽ അവരുടെ വചനം കേട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഇന്ന് നാം ഓർക്കുമ്പോൾ, കർത്താവിൽ അനുഗ്രഹീതരെ, അപ്പോസ്തോലിക സഭയാകുന്നത് കർത്താവിനാൽ ഐക്യപ്പെട്ട ആചരണ അനുചര്യകളിലും അതിൻ്റെ പ്രകടമായ സാക്ഷ്യ ദൗത്യത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ വളരെ ദയനീയമെന്ന് പറയട്ടെ, വൈദേശികരായ സഭാവിഭാഗത്തേർന്ന അനുഭവമാണ് ആ പുണ്യപിതാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എക്കാലത്തും ക്രിസ്തീയ സഭയുടെ ദൗത്യവുമായി മുന്നോട്ട് ശക്തമായി വരുമ്പോൾ ലോകവും ലോകത്തോട് ഇഷ്ടമുള്ളതുമായ അകത്തും പുറത്തുമുള്ള ഒരുപറ്റം ആളുകൾ ആ ആത്മീയ പ്രവണതകളെ എന്നും വിസ്മരിച്ച് അതിനെ തകർക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. അത് ആധ്യാത്മിക ചൈതന്യം ഈ ലോകത്തേക്ക് വരുമ്പോൾ ദൈവവും മനുഷ്യരും തമ്മിലുള്ള, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള, സ്വർഗീയവും ഭൗമികവുമായിട്ടുള്ള, ആത്മീയ മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിഫലനം മാത്രമാണ്. ഈ പുണ്യപിതാവ് 1863 ജനുവരി മാസം 9 കോലഞ്ചേരിയിൽ ജനിച്ച് നല്ല വിദ്യാഭ്യാസം ലഭിച്ച് നല്ല കുടുംബ മഹിമയിൽ വളർത്തപ്പെട്ട് നമ്മുടെ കോനാട്ട് മൽപ്പാന്മാരുടെ ശിക്ഷണത്തിൽ സുറിയാനിയും സഭാജീവിതവും ആരാധനയും ഒക്കെ പരിശീലിച്ച് അങ്ങനെ നല്ല ചിട്ടയുള്ള, നല്ല ക്രമമുള്ള ഒരു പുണ്യപിതാവായി വളർന്നു വന്ന് മെത്രാപ്പോലിത്ത ആയ ഒരു വ്യക്തിയാണ്. ഭാരതം സ്വാതന്ത്ര്യം കണി കണ്ടുണരുന്നതിന് മുമ്പ് അതിൻ്റെ വലിയ വില കൊടുക്കുന്നതായ സബരികളുടെ നാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഭാരതത്തിന് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ ഇന്ന് നാം ഭരണപരമായും മറ്റ് ആധ്യാത്മിക ചൈതന്യത്തിനുമായി ഉപയോഗിക്കുന്ന ഭരണഘടന രൂപം കൊള്ളുന്നതിന് മുമ്പ് തനിക്ക് ലഭിച്ച ദൈവികമായ ആ ഉൾവിളി, അപ്പോസ്തോലികമായ പാരമ്പര്യത്തിൽ പരിശുദ്ധ സഭയെ പവിത്രമായി കരുതണമെന്നുള്ള ആ സമർപ്പണവും ആ ചിട്ടയും ആ നിഷ്ഠയും മൂലം ഈ വലിയ സന്യാസ വര്യൻ തൻ്റെ ഇടവകളിലും തൻ്റെ ഭദ്രാസനത്തിലുമൊക്കെ ചിട്ടകളും നിഷ്ഠകളും വ്യവസ്ഥകളും ശക്തമാക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധനായ ഒരു പിതാവായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില ചെറുതൊന്നുമല്ല, വലുത് തന്നെയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ, ആ കുടുംബത്തിൽ തന്നെ പെട്ട ആളുകൾ, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൽ കൂടെ വളർന്നു വരുന്ന ആത്മീയ മക്കൾ തന്നെ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തെ ചെറുതാക്കുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് നമുക്കറിയാം. 1911 ആ പിതാവ് അനുഭവിച്ച ഹൃദയവേദന വാവിട്ട് നിലവിളിച്ച് മദ്ബായിൽ നിന്ന് കരയേണ്ടതായ ഒരു ദുർഗതി വരുത്തി തീർത്ത ആളുകളെ നാം ഇന്നും മറന്നുപോകാൻ പാടില്ല. ആ കൽപ്പന എഴുതിയ ആളുകൾ ഈ ഭാരത മണ്ണിൽ നിന്ന് അകന്ന് നീങ്ങുമ്പോൾ വിശുദ്ധ മദ്ബായിലുള്ള പുരോഹിത ശ്രേഷ്ഠർ അവര് വളരെ ഡിപ്ലോമാറ്റിക്കായി അതിൽ നിന്ന് മാറുമ്പോൾ ഒരു ഷമ്മാശൻ തന്നെ ഈ ഭദ്രാസന ഭരണത്തിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായി സേവനമനുഷ്ഠിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ സുവിശേഷ സംഘത്തിനും മറ്റനേക ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾക്കും നാന്ദി കുറിച്ച് സഭയെ ആത്മീയ പുൽമാലുകളിൽ മേയിച്ചതായ ആ ശ്രേഷ്ഠ ഇടയന് കണ്ണീരോടുകൂടിയുള്ള ഒരു അനുഭവം അവിടെ സമ്മാനിച്ചു.
ഹൃദയഭേദകമായ ആ ഒരു വൈകാരികമായ നിമിഷത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു അംഗീകാരം സഭാതലത്തിൽ ലഭിച്ചു. ഇവിടേക്ക് എഴുന്നേറ്റുള്ളതായ പാത്രികീസ് ബാബ, അബ്ദുൽ മസിഹ പാത്രികീസ്, എന്നാൽ അബ്ദുൽ മസിഹ പാത്രികീസിനെ ഇവിടെ വരുത്തുകയും വട്ടശ്ശേരി തിരുമേനി മുതലായ പിതാക്കന്മാർ ചേർന്ന് മലങ്കര സഭയിൽ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കണമെന്നുള്ളതും പൗരസ്ത്യ ദേശത്ത് അങ്ങനെ ഹീനത മൂലം അസ്തമിച്ചു കൊണ്ടിരുന്നതായ ആ സെലൂഷ്യയിലെ ആ കാതോലിക്ക സിംഹാസനം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ 1912 നെരണത്ത് പള്ളിയിൽ വെച്ച് മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ് ആ കണ്ണുനീര് വീണ് ആ പവിത്രമായ മണ്ണിൽ വെച്ച് മലങ്കര സഭയുടെ ഒന്നാമത്തെ കാതോലിക്കയായി അവരോധിതനാകുന്നത് ഈ വയോധികനായ പുണ്യപുരുഷനായ സ്മരിയ പുരുഷനായ ഈ വന്യപിതാവാണ്. അതൊരു വലിയ ചരിത്ര നിയോഗമാണ്. മലങ്കര സഭയുള്ളിടത്തോളം, ക്രിസ്തീയ സഭ ആഗോളതലത്തിൽ നിലനിൽക്കുന്നിടത്തോളം സ്വതന്ത്രമായ, ഏകമായ, വിശുദ്ധമായ, അപ്പോസ്തലികമായ ഒരു സഭ അനേക നൂറ്റാണ്ടുകളായി അധീശത്വത്തിൻ്റെയും അതുപോലെ തന്നെ വൈദേശികമായ മേൽക്കോയ്മയുടെയും അടിമത്തിൽ കിടന്ന് ശ്വാസം മുട്ടിയിരുന്നതിൽ നിന്ന് സ്വതന്ത്ര വായുവിനെ ശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ചേരുന്നതായ ആധ്യാത്മികമായ ചൈതന്യം പുറപ്പെടുവിക്കുന്ന കൂദാശകളെ പൂർത്തീകരിക്കുന്ന വിശുദ്ധ മോറോന്, അതുപോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുന്നവർക്ക് പട്ടത്വം നൽകുന്നതിന് വേണ്ടി ഭരണപരമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് ഭൗതികമായ തലത്തിലുള്ള ഭരണ സംവിധാനം, ഇത് രണ്ടും കൂടെ ചേരുന്നതായ പൗരസ്ത്യ കാതോലിക്കേറ്റിനെ മലങ്കര സഭയിലേക്ക് സ്ഥാപിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. പിന്നീട് അതിനെപ്പറ്റി ചുറ്റുപറ്റിയുണ്ടായിട്ടുള്ള കേസുകളും വഴക്കങ്ങളും കോലാഹലങ്ങളും ഒന്നും ഇതുവരെ അസ്തമിച്ചിട്ടില്ലെങ്കിലും പ്രിയമുള്ളവരെ, ഏതാനും കാര്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടതല്ലേ? ഈ ഭാരത മണ്ണിൽ ക്രിസ്തീയ സഭയെ, അപ്പോസ്തോലികമായ സഭയെ സ്ഥാപിച്ചത് വൈദേശിക ശക്തികളൊന്നുമല്ല. അവരുടെ ഒരു മിഷൻ ഫീൽഡിൽ നിന്ന് മിഷൻ പ്രവർത്തനം മൂലം ഇവിടെ ആരംഭിച്ചതല്ല. നാം പ്രതിദാനം ചെയ്യുന്നതായ പൗരസ്ത്യ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ഇത് അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട് നമ്മുടെ പുണ്യ പിതാക്കന്മാരുടെ ആത്മീയ നേതൃത്വത്തിലും നമ്മുടെ പൂർവികർ മണ്ണിനോടും പ്രതികൂല കാലാവസ്ഥയോടും മല്ലടിച്ച് നേടിയിട്ടുള്ള അവരുടെ വരുമാനത്തിൻ്റെ നല്ല ഒരു ശതമാനം ഈ വലിയ സൗധങ്ങൾ, ഈ ദേവാലയങ്ങൾ പണിയുന്നതിന് ഇതിലെ ആത്മചൈതന്യം തുടരുന്നതായ ആ ദേവാലയത്തിലെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഇതൊക്കെ വഴിപാടായി നേർച്ചയായി സമർപ്പിച്ച് ആത്മീയത ഭാവിച്ച ഒരു വലിയ പൗരസ്ത്യ സഭയെ വളരെ ചെറുതായ രീതിയിൽ അതിനെ ചെറുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അന്ന് നടത്തുന്നത് പോലെ ഇന്നും നടത്തുകയാണ്. ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാതോലിക്കമാരിങ്ങനെ വന്നു. എന്നാൽ ഇപ്പോൾ ഈ കണ്ടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത ആയിരുന്നു പൗരസ്ത്യ കാതോലിക്കമായിരിക്കുന്ന പരിശുദ്ധനായ മാത്യു തൃതീയൻ ബാവാതിരുമനസിന്റെ കാലഘട്ടത്തിലൂടെ സഭ പോവുകയാണ്. കേസുകളും വഴക്കുകളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായി ഒരു സഭയാകുന്നു, ഒരു സഹോദരങ്ങളാകുന്നു, ഭിന്നിപ്പ് പാടില്ല എന്ന് വിചാരിച്ച് ഐക്യത്തിലേക്ക് വരുവാൻ പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭയുടെ സിനോദോസും പരിശുദ്ധ സഭയുടെ ഒരു വലിയ ഭരണസമിതിയായിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയും ഈ പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശവും പ്രാർത്ഥനയും ഇതുവരെയുള്ള ജീവിതവും കൂടെ സാംശീകരിച്ച് നൽകിയ നിർദ്ദേശങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അതിനുള്ള മാർഗങ്ങളിലേക്ക് ഈ ചരിത്രത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ പോലും സമാധാനത്തിന്റെ വഴികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സഹോദരങ്ങളാകുന്നു. രമ്യമായ ലോകം അംഗീകരിക്കുന്നതായ ക്രിസ്തീയ സാക്ഷ്യമുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലൂടെ മുന്നോട്ട് നീങ്ങാമെന്ന് വെച്ചല്ല, വീണ്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായ നിലപാടുകളും പ്രവർത്തന ശൈലിയും മൂലം ലോകത്തിന് മുമ്പാകെ അപകാശരാകത്തക്ക രീതിയിൽ ഈ ക്രിസ്തീയ സഭയെ വീണ്ടും വീർപ്പുമുട്ടിക്കുകയാണ്. ദൈവം ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാവിനെയും അതുപോലെ മനംതൊന്ന് കണ്ണീരോടെ ചുടുകണ്ണീരോടെ ദൈവസന്നിധിയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള പുണ്യപിതാക്കന്മാരുടെയും നമ്മുടെ ഹൃദയത്തിലുള്ള വേദനയും നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ചേർന്ന് വരുമ്പോൾ കാലസമ്പൂർണതയിൽ ദൈവം ആ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും ആ ശോഭനമായ ഒരു ദിവസം സംജാതമാക്കുമെന്നുള്ള പ്രത്യാശയിലാണ് നാം കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്ന സന്ദർഭത്തിൽ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയും ഈ പുണ്യപിതാവായ പൗലോസ് മാർ ദിവ്യനാസിയോസ് തിരുമേനിയും ചേർന്ന് അതിനെ എതിർത്തു. അതിനെതിരെ നല്ല ലേഖനം തന്നെ ഒരു പത്രത്തിൽ അതിനെ നല്ല തിരിച്ചുള്ള മറുപടി കൊടുത്തു. മറ്റൊന്നും കൊണ്ടല്ലല്ലോ പ്രിയമുള്ളവരെ, അതിനിടയാക്കിയ സാഹചര്യങ്ങൾ മലങ്കര മക്കൾ എന്ന നിലയിൽ നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഇവിടെ സ്ഥാപിതമായ സഭയ്ക്ക്
ഒരു വ്യക്തിത്വവും അസ്തിത്വവും തനതായ പ്രവർത്തന ശൈലി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി മർദീനിൽ പോയി പട്ടമേറ്റ് വീണ്ടും എൻ്റെ സ്ഥാനം തന്നെ ഞാൻ ത്യജിച്ചുകൊള്ളാം, സമാധാനം പുലരട്ടെ എന്ന് പറയുമ്പോൾ അതൊക്കെ തന്ത്രകുതന്ത്രങ്ങളിലൂടെ അത് മാറ്റുകയും പള്ളികളിലേക്ക് പോയി ഉടമ്പടികൾ സ്വീകരിച്ച് പണവും മറ്റ് ഭൗതികമായ കാര്യങ്ങളും സ്വായത്തമാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇടവകൾ തന്നെ അതിനെ എതിർത്തത് ഈ സഭയിലെ ഉന്നതനായ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ആ മുടക്ക് ഉണ്ടായത്. തൻ്റെ ആത്മീയ പിതാവും ഈ സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തയുമായിരിക്കുന്ന ഒരു പുണ്യ പിതാവിനെ അകാരണമായി അങ്ങനെ മുടക്കുന്നതിൽ സാങ്കത്യമില്ലെന്ന് കണ്ടെത്തി ആ പിതാവിനോടുകൂടിയുള്ള കൂറും വിശ്വസ്തയും പുലർത്തിയതുപോലെ നമ്മെ മേയിച്ചു ഭരിക്കുന്ന ആത്മീയ പിതാക്കന്മാരുടെ ദർശനത്തിന് കൂട്ടുനിൽക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരങ്ങൾക്ക് ശക്തി നൽകുവാനും കഴിയുന്ന ഈ കാലികമായ ചുറ്റുപാടിൽ നമുക്കൊന്നായി സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാം. ഏത് കാര്യത്തിനു വേണ്ടി ആ പുണ്യപിതാവ് തന്റെ ജീവിതം അർപ്പിച്ചു? കർത്താവ് ഏൽപ്പിച്ച സുവിശേഷ ദൗത്യം, ആ വലിയ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങളും കണ്ണുനീരുകളും നെടുവീർപ്പുകളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പരിഹാസവും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിച്ചെങ്കിലും ക്രിസ്തുവിന് വേണ്ടി എന്ന ആ വലിയ നാമത്തിൽ ആത്മസന്തോഷമടഞ്ഞ് കടന്നുപോയ നമ്മുടെ എല്ലാ പുണ്യപിതാക്കന്മാരെയും ഈ പിതാവിൻ്റെ ഓർമ്മയോട് ചേർത്ത് നമുക്ക് സ്മരിക്കാം. ഇപ്പോഴുള്ള പുണ്യപിതാക്കന്മാരുടെ അണിചേർന്ന് ഈ സഭ ഇവിടെ സ്വതന്ത്രമായി ഏകമായി പരിലസിക്കുന്ന ഒരു ആത്മാവിഷ്കാരത്തിൻ്റെ ഒരു തനതായ ഒരു പ്രത്യക്ഷ പ്രദർശനമായി അല്ലെ ഒരു നിദർശനമായി ഈ സഭ മാറുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പുണ്യദിനമാണ്. ഈ മഹാപരിശുദ്ധൻ പൗലോസ് എന്ന നാമത്തിൽ മാമോദീസയേറ്റ. പൗലോസ് എന്ന വാക്കിന് ചെറുത്, ലിറ്റിൽ, സ്മോൾ എന്നാണ് അർത്ഥം. ചെറുതായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ മൂലക്കല്ല് അത് ആക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവമെടുത്ത് ഉപയോഗിച്ചപ്പോൾ ഏതു വ്യക്തിക്കും ആത്മസമർപ്പണത്തോടുകൂടി ത്യാഗനിർഭരമായ ജീവിതം നയിക്കുവാൻ ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം, ഞാൻ നിങ്ങളെ വിതയ്ക്കുകയോ അധ്വാനിക്കുകയോ നിങ്ങൾ പരിശ്രമിക്കുകയോ ചെയ്യാത്ത വയലുകളിൽ ഇതാ കൊയ്ത്തിനായി അയക്കുന്നുവെന്ന് പറഞ്ഞ ആ ദൗത്യമാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം ഉള്ളവർ. അതുകൊണ്ട് കാലികമായ പ്രശ്നസങ്കീർണമായ സുവിശേഷരഹിതമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഈ പുണ്യപിതാവിൻ്റെ പാദസ്പർശങ്ങളേറ്റ ഈ പവിത്ര മണ്ണിൽ വെച്ച് നമുക്ക് ആ കാലടികളെ പിന്തുടരുവാൻ പ്രതിജ്ഞാബദ്ധരാകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.